അതിന് ആത്മാവുള്ള കാലത്തോളം അത് പറയാൻ ഞങ്ങളെയും കിട്ടൂല. അത് സംശയം വേണ്ട. എവിടെയാണ് സ്ത്രീകളും പുരുഷന്മാരും സമമാണെന്ന് പറയുന്നത്? ലോകത്ത് ആരെങ്കിലും സമ്മതിക്കുമോ? അത് വെറും തോന്നിവാസികൾ സ്ത്രീകളെ രംഗത്തിറക്കി, എല്ലാ വിധത്തിലും രംഗത്തിറക്കിയിട്ട് നാശമുണ്ടാക്കണം, മതം പൊളിക്കണം, മനുഷ്യത്വം നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലാതെ ആരെങ്കിലും സമ്മതിക്കുമോ? എന്നിട്ട് അതിന് ഒറ്റപ്പാടുണ്ടാക്കാൻ കുറെ ആളുകൾ, ആകെ 4 ആളാണ്. അവരും ചാനലിനോട് പറയാണ്. നമ്മുടെ നാട്ടിൽ 5-6 ആളുടെ മുസ്ലിമിന്റെ പേരും പറഞ്ഞിട്ട് ഏത് ചാനൽ വന്നാലും ചാടി നിൽക്കാറുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ചൂടിപ്പോകാൻ പാടില്ല. അവസാനം എല്ലാവരും ഖേദിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ പിടിച്ചു തന്നെ നിൽക്കുന്നു, നമ്മൾ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ഒട്ടകത്ത് ഒരു കയറിന്റെ കഷ്ണം തന്നാലും നാം തന്നില്ലെങ്കിലും നാം വിട്ടുകൊടുക്കുകയില്ല എന്ന പോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു വിഷയവും നമുക്ക് വിട്ടുകൊടുക്കാൻ നിവർത്തിയില്ല. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സംഘടനയുടെ കീഴിൽ അണിയുറക്കണം. മുസ്ലിം ജമാഅത്ത് പുതിയ സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തനവും കുവൈത്തിൽ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പോവുകയാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുതിയിട്ടുണ്ട് ഒരു സ്വലാത്തില്ല. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد.